1968 ഇറാഖിന്റെ പ്രസിഡന്റായി അഹമ്മദ് ഹസൻ അൽ ബക്കർ അധികാരമേറ്റെടുത്തു. എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുമേൽ സദ്ദാം ഹുസൈന് വ്യക്തമായ നിയന്ത്രണമുണ്ടായിരുന്നു. 1968 ബാത്ത് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ സദ്ദാമിന്റെ കയ്യിലായി. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം, മാധ്യമങ്ങൾ എന്നിവയായിരുന്നു അതിൽ 2. ആർമിയിൽ രൂപീകരിച്ച ബാത്ത് പാർട്ടി കമ്മിറ്റിയുടെ നിയന്ത്രണമായിരുന്നു അടുത്തത്. ആർമിയിലെ തന്റെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി സംസാരിക്കുമ്പോൾ സദ്ദാം ഒരു സാധാരണക്കാരനെ പോലെ സൗമ്യനായിരിക്കും. ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ, തിളങ്ങുന്ന കണ്ണുകൾ, മറ്റുള്ളവർ ആ നേതാവിന്റെ പ്രഭാവത്തിന് മുന്നിൽ വിനയാന്യുതരാകും. ദൈവവചനങ്ങൾ പോലെ സദ്ദാമിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. തന്നോടിടപെടുന്നവരെ ഒരു മാന്ത്രിക വലയത്തിലെന്നോണം ചേർത്ത് നിർത്താൻ സദ്ദാമിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ആർമിയുടെയും ബാത്ത് പാർട്ടി പ്രവർത്തകരുടെയും പിന്തുണയോടെ 1970കളുടെ തുടക്കത്തിൽ തന്നെ സദ്ദാം ഹുസൈൻ പാർട്ടിക്കുള്ളിലെ തന്റെ എതിരാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അമർച്ച ചെയ്തു. തന്നെ എതിർക്കുന്നവർക്ക് ബാത്ത് പാർട്ടിയിൽ ഇടമില്ലെന്ന വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തു. ഭരണത്തിന് ഭീഷണിയാകാനിടയുള്ളവരെ അമർച്ച ചെയ്യുന്നതിൽ സദ്ദാം ഹുസൈനുള്ള കഴിവിനെക്കുറിച്ച് പ്രസിഡന്റ് അഹമ്മദ് ഹസന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇനിയും വലിയ പോരാട്ടങ്ങൾ നയിക്കാൻ കഴിയാത്ത വിധത്തിൽ തനിക്ക് വയസ്സായി എന്ന തോന്നലും പ്രസിഡന്റിനുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം സദ്ദാം ഹുസൈൻ ഇടപെടുന്ന മേഖലകളിലേക്ക് കൈകടത്താൻ ശ്രമിച്ചില്ല. സദ്ദാമാകട്ടെ പ്രസിഡന്റ് അഹമ്മദ് ഹസൻ അൽ ബക്കറിനെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്തതുമില്ല. ബാത്ത് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ സംസാരിക്കുന്നവരുടെ വായടപ്പിക്കാൻ സദ്ദാമിന് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകാതെ രാജ്യത്തെ പരമാവധി ഒരുമിപ്പിച്ചു നിർത്തുകയാണ് വേണ്ടത്. അത് സാധ്യമാകണമെങ്കിൽ രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കണം. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത സംബന്ധിച്ച നയരൂപീകരണ കാര്യങ്ങളിലും സദ്ദാം ശ്രദ്ധിച്ചു തുടങ്ങി. ഇറാഖിന്റെ സാമ്പത്തിക മേഖലയെ ആധുനികവൽക്കരിക്കുക സദ്ദാം ഒരു ലക്ഷ്യമായി കണ്ടു. ഇറാഖിന് ആധുനികമായ ഒരു മുഖം നൽകുന്നതിന്റെ ഭാഗമായി സദ്ദാം ഹുസൈൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കൂടുതൽ അവസരങ്ങൾ ഒരുക്കി. 1970 ഇറാഖിന്റെ ഭരണഘടനയിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഭേദഗതികൾ അദ്ദേഹം വരുത്തി. സ്ത്രീകൾക്ക് വോട്ടവകാശം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള അവകാശം, വിദ്യാഭ്യാസാവകാശം, സ്വത്തവകാശം എന്നിവയെല്ലാം ലഭിച്ചു. സ്ത്രീകളുടെ മാത്രമല്ല, പൊതുവെ എല്ലാ ഇറാഖികളുടെയും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയെന്നതായിരുന്നു സദ്ദാം ഹുസൈന്റെ നയം. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് എത്തണമെന്ന് സദ്ദാം നിർദ്ദേശിച്ചു. 6 വയസ്സിനും 45 വയസ്സിനുമിടയിൽ പ്രായമുള്ള എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം സർക്കാർ ഒരുക്കി. സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിനായി ജനറൽ ഫെഡറേഷൻ ഓഫ് ഇറാഖി വുമൺ എന്നൊരു സംഘടന രൂപീകരിച്ചു. സ്ത്രീകൾക്ക് മാത്രമുള്ള കമ്മ്യൂണിറ്റി സെന്ററുകൾ വഴിയാണ് ഇതിന്റെ പ്രവർത്തനം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ഈ സെന്ററുകൾ വഴി നൽകി. അതിനൊപ്പം സർക്കാർ പരിപാടികളെക്കുറിച്ചുള്ള അവബോധം വളർത്താനും ഈ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചു. ഇക്കാലത്ത് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഇറാഖികൾ കാര്യമായി പ്രയോജനപ്പെടുത്തി. പാഠശാലകളിലേക്ക് പ്രായഭേദമന്യേ ആളുകൾ എത്തിച്ചേർന്നു. സാമ്പത്തിക മേഖലയിലും സദ്ദാം ഹുസൈൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ രാജ്യത്തിനാകെ വലിയ കുതിച്ചുകയറ്റം നൽകുന്നതായിരുന്നു. 1970കളുടെ തുടക്കത്തിൽ തന്നെ രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങൾ നിർണയിക്കുന്ന നിരവധി സമിതികളുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് സദ്ദാം എത്തി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടിയില്ല.
1972 ജൂണിൽ വിപ്ലവകരമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് സദ്ദാം ഹുസൈൻ മധ്യേഷ്യയ്ക്കാകെ മാതൃകയാകുന്ന ഒരു പുതിയ വഴി തുറന്നു. അദ്ദേഹം ഇറാഖിലെ എണ്ണഖനികളെ ദേശസാൽക്കരിച്ചു. അതുവരെയും മധ്യേഷ്യയിലെ പല രാജ്യങ്ങളിലും എന്നതുപോലെ ഇറാഖിലെയും എണ്ണ വ്യവസായം സ്വകാര്യ മേഖലയിലായിരുന്നു. അതാകട്ടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലും. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തിരിച്ചടിയായ ഈ തീരുമാനം സ്വാഭാവികമായും അവരെ ചൊടിപ്പിച്ചു. തന്റെ തീരുമാനമുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു സദ്ദാം ഹുസൈന്റെ നീക്കം. അമേരിക്കയുടെ എതിർപ്പിനെക്കുറിച്ച് മുൻകൂട്ടി കണ്ട അദ്ദേഹം ഈ കാര്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണ കിട്ടും എന്നുറപ്പിച്ചിരുന്നു. എണ്ണയിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായതോടെ ഇറാഖിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടായി. സദ്ദാം ലക്ഷ്യമിട്ടതുപോലെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിലുമായി. എണ്ണയിൽ നിന്നുള്ള വരുമാനം ഇരട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി തൊട്ടു പിന്നാലെ നടന്നു. ഇറാഖിൽ എണ്ണ ദേശസാൽക്കരിച്ച് 1 വർഷത്തിന് ശേഷമായിരുന്നു അത്. 1973 അറബ് ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാഖ് ഉൾപ്പെടെയുള്ള ഒപെക് രാജ്യങ്ങൾ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. അവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള എണ്ണ വ്യവസായത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾ സംയുക്തമായി നൽകിയ ഒരു തിരിച്ചടിയായിരുന്നു ഇത്. ഒരിക്കലും മധ്യേഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത നിലയ്ക്കില്ലെന്ന് കരുതിയ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇത് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത്. ഡോളറിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഡോളറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച. 1970കളുടെ തുടക്കത്തിൽ അമേരിക്കയ്ക്കാവശ്യമായ ഇന്ധനത്തിന്റെ 83% മധ്യേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു. 2 പതിറ്റാണ്ടിനു മുൻപ് മറ്റു രാജ്യങ്ങളിൽ നിന്നും അവർക്കാവശ്യമായ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന കാലത്തേക്കാൾ ഏറെ കുറഞ്ഞ വിലയ്ക്കാണ് ഇപ്പോൾ ഇറാഖിൽ നിന്നും മറ്റും എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മധ്യേഷ്യയിൽ നിന്നും കിട്ടാതായതോടെ പാശ്ചാത്യ വിപണിയിൽ എണ്ണയുടെ വില കുതിച്ചുയർന്നു. വാഹനങ്ങളുടെ ഉപയോഗത്തിനും വൈദ്യുതി ഉപയോഗത്തിനുമെല്ലാം അവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1974 മെയ് മാസത്തിൽ ഇസ്രായേൽ സിറിയയിലും ഇറാനിലും നടത്തിക്കൊണ്ടിരുന്ന യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി. അതോടെ ഒപെക് രാജ്യങ്ങൾ എണ്ണ വിൽപ്പനയിൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചു. എങ്കിലും ക്രൂഡ് ഓയിലിന്റെ വില നിർണയിക്കാനുള്ള അധികാരം അവർ നന്നായി പ്രയോജനപ്പെടുത്തി. ഇറാഖിൽ അത് സാമ്പത്തിക പുരോഗതിയുടെ നാളുകളായിരുന്നു. ക്രൂഡ് ഓയിൽ വിൽപ്പനയിലൂടെ വന്നുചേർന്ന വലിയ സമ്പത്ത് ഇറാഖിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ ചെലവിട്ടു. ഭവന നിർമ്മാണ പദ്ധതികൾക്കും വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ പദ്ധതികൾക്കും വേണ്ടി സർക്കാർ വലിയ തോതിൽ പണം ചെലവിട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ സർക്കാർ സൗജന്യങ്ങൾ ഏർപ്പെടുത്തി. പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കി. എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തി. കർഷകർക്ക് സബ്സിഡികൾ നൽകി. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ പദ്ധതികൾ പൊതുമേഖലയിൽ നടപ്പിൽ വരുത്തുന്ന രാജ്യമായി മാറി ഇറാഖ്. ഈ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായി യുനെസ്കോയുടെ ബഹുമതികളും
സദ്ദാം ഹുസൈനെ തേടിയെത്തി. ഇറാഖിന്റെ വ്യവസായ മേഖലയിലും വൻ പുരോഗതി ദൃശ്യമായി. രാജ്യത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോലും വൈദ്യുതി എത്തിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചു. എണ്ണയുമായി ബന്ധപ്പെട്ടതും അനുബന്ധവുമായ വ്യവസായശാലകൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള പ്രോത്സാഹനം നൽകി. മറ്റു വ്യവസായ സംരംഭങ്ങൾക്കും ഇത്തരം സഹായങ്ങൾ ലഭ്യമാക്കി. വ്യവസായ സംരംഭങ്ങൾക്ക് ലോൺ കൊടുക്കാൻ ബാങ്കുകൾക്ക് സദ്ദാം നേരിട്ട് നിർദ്ദേശം നൽകി. ലോൺ കൊടുക്കാൻ മടിക്കുന്ന ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. കാർഷിക മേഖല ഉപേക്ഷിച്ച് ആളുകൾ വലിയ തോതിൽ വ്യവസായ മേഖലയിലേക്ക് തൊഴിൽ തേടിയെത്തി. എണ്ണയിൽ നിന്നുണ്ടായ വരുമാനം സദ്ദാം ഹുസൈന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വലിയ സഹായം നൽകി. രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ കയ്യിലെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സദ്ദാം ഹുസൈൻ അറിയാമായിരുന്നു. അദ്ദേഹം അവർക്ക് പൊതുവായി വേണ്ട സൗകര്യങ്ങൾ എല്ലാം നൽകി. നല്ല റോഡുകൾ, ആശുപത്രികൾ, വൈദ്യുതി, മികച്ച വിദ്യാഭ്യാസം എല്ലാം. ഒപ്പം എല്ലാവരുടെ ഉള്ളിലും ഭയത്തിന്റെ ചെറിയ വിത്തുകളും പാകി. അദ്ദേഹത്തെ എതിർക്കുന്നവർ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടു. എല്ലാവർക്കും ഒരു പാഠമാകുന്ന വിധത്തിൽ ശിക്ഷാ നടപടികൾ പരസ്യമാക്കി. അമേരിക്കയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും ഒരകൽച്ച നിലനിർത്താൻ സദ്ദാം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് കൂടുതൽ താൽപര്യം സോവിയറ്റ് ചേരിയോടായിരുന്നു. 1972 തന്നെ സോവിയറ്റ് യൂണിയനുമായി 15 വർഷം നീളുന്ന ഒരു സൗഹൃദ കരാറിൽ സദ്ദാം ഹുസൈൻ ഒപ്പുവച്ചിരുന്നു. ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അതിന്റെ പ്രവർത്തകരോടും സദ്ദാം ഹുസൈനും ബാത്ത് പാർട്ടിയും ചെയ്ത ക്രൂരതകളൊന്നും സോവിയറ്റ് യൂണിയന് ഒരു പ്രശ്നമായിരുന്നില്ല. സദ്ദാം ഹുസൈനെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അമേരിക്കയുമായും പാശ്ചാത്യ ചേരിയുമായുള്ള ശീതയുദ്ധകാലത്ത് ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരൊറ്റ ന്യായം മാത്രം മതിയായിരുന്നു അവർക്ക്. ഇതിന് പ്രതികാരമായി അമേരിക്ക ഇറാഖിലെ കുർദിഷ് പോരാളികൾക്ക് എല്ലാ സഹായങ്ങളും രഹസ്യമായി നൽകിക്കൊണ്ടിരുന്നു. ബാത്തിസ്റ്റ് സർക്കാർ വന്നതിനു ശേഷം സദ്ദാം ഹുസൈൻ കുർദ് നേതാക്കളുമായി നേരിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുർദുകളുടെ പ്രശ്നമെന്താണെന്ന് വ്യക്തമായി പഠിച്ചതിനു ശേഷമാണ് അദ്ദേഹം അവരെ വിളിപ്പിച്ചത്. ചർച്ചയ്ക്കെത്തിയ കുർദിഷ് സംഘടനകളുടെ നേതാക്കളോട് വളരെ സൗമ്യമായിട്ടായിരുന്നു സദ്ദാമിന്റെ ഇടപെടൽ. ചർച്ചയുടെ ഒടുവിൽ മുസ്തഫ ബാർസനിയുടെ നേതൃത്വത്തിലുള്ള കുർദിഷ് പോരാളികളുമായി ബാത്തിസ്റ്റ് സർക്കാർ ഒരു ഉടമ്പടിയിലെത്തി. കുർദുകൾക്ക് മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ ഇടപെടില്ല എന്നും പകരം അവർ ഇറാഖി സൈന്യത്തെ അംഗീകരിക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ. എന്നാൽ ബാത്തിസ്റ്റ് സർക്കാരിന്റെ സൈനികരും പാർട്ടി പ്രവർത്തകരും ആ വ്യവസ്ഥ ലംഘിച്ചു. ഖനികൾ നിറഞ്ഞ ഇറാഖിന്റെ വടക്കൻ പ്രവിശ്യയിൽ നിന്നും നൂറുകണക്കിന് കുർദിഷ് കുടുംബങ്ങളെ അവർ ഏകപക്ഷീയമായി ഒഴിപ്പിച്ചു. കുർദുകൾക്ക് പകരം അവിടേക്ക് തെക്കൻ ഇറാഖിലും മധ്യ ഇറാഖിലും നിന്നുള്ളവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. മാത്രമല്ല, മുസ്തഫ ബാർസനിക്ക് നേരെ ഒരു വധശ്രമവുമുണ്ടായി. കഷ്ടിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. സദ്ദാം നേരിട്ടാണ് ഈ വധഗൂഢാലോചന നടത്തിയതെന്ന കാര്യം കുർദ് നേതാക്കൾക്കറിയാം. പക്ഷേ ഇറാഖ് സർക്കാരിനോട് പരസ്യമായി ഏറ്റുമുട്ടാൻ തുനിഞ്ഞാൽ പിന്നെ തങ്ങൾ ബാക്കിയുണ്ടാകില്ലെന്ന് മുസ്തഫ ബാർസനി തന്നെ കുർദുകളായ മറ്റു നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒന്നും അറിയാത്ത ഭാവത്തിൽ തുടരുക മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ. തങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ കുർദുകൾ ഇറാഖി സർക്കാരിനെതിരെ രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചു. അവർക്ക് പണവും ആയുധങ്ങളും നൽകി സഹായിക്കാൻ അയൽരാജ്യമായ ഇറാൻ ഒരുക്കമാണ്. ഇറാനും ഇറാഖും തമ്മിൽ കാലങ്ങളായി അതിർത്തി തർക്കങ്ങളുണ്ട്. ഇറാൻ വഴി അമേരിക്കയും
കുർദുകൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകി. ഇറാന്റെ സഹായമില്ലാതെ കുർദുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് സദ്ദാമിനറിയാം. കാലങ്ങളായി നിലനിൽക്കുന്ന തർക്കം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഇറാന്റെ ഭരണാധികാരി മുഹമ്മദ് റാസ ഫലവിയെ സമീപിച്ചു. അറബ് ഐക്യത്തിന്റെ പ്രാധാന്യം ഓർത്തുകൊണ്ട് കുർദുകളെ സഹായിക്കുന്നതിൽ നിന്ന് പിന്മാറാനാണ് സദ്ദാം ആവശ്യപ്പെട്ടത്. കുർദുകൾ അറബ് വംശജരുടെ ബന്ധുക്കളല്ലെന്ന സദ്ദാമിന്റെ വാദം ഇറാൻ അംഗീകരിച്ചു. ഒരു മുന്നറിയിപ്പുമില്ലാതെ അവർ കുർദുകളെ സഹായിക്കുന്നത് നിർത്തുകയും ചെയ്തു. അമേരിക്കയ്ക്ക് മേൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെയും കുർദുകൾക്ക് സഹായം നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയ കുർദുകളെ അടിച്ചമർത്താൻ സദ്ദാം ഹുസൈന് എളുപ്പമായി. ഇറാഖിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ പൂർണ്ണമായും ബാത്തിസ്റ്റ് സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. ഇറാഖിന്റെ തലസ്ഥാനത്തു നിന്നും അകലെയുള്ള ഗ്രാമങ്ങളിലും മറ്റും ബാത്തിസ്റ്റ് പാർട്ടിയുടെ വിശ്വസ്തരെ വളർത്തിയെടുക്കുന്നതിൽ സദ്ദാം ശ്രദ്ധിച്ചു. ഇറാഖിന്റെ എണ്ണസമ്പത്ത് ദേശസാൽക്കരിച്ചതിനു പിന്നാലെ സദ്ദാം ഗ്രാമങ്ങളെ ആധുനികവൽക്കരിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ആധുനികമായ കാർഷിക ഉപകരണങ്ങൾ എത്തി. കാർഷിക മേഖല സമ്പന്നമായി. കൃഷിഭൂമി സ്വന്തമായില്ലാത്ത കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യാനും അദ്ദേഹം മടിച്ചില്ല. ഇത്തരം ജനപ്രിയ നടപടികൾക്കിടയിലൂടെ സ്വന്തം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വലിയ സമ്പത്ത് സ്വരൂപിക്കാനുള്ള അവസരങ്ങളും സദ്ദാം രൂപപ്പെടുത്തി. കാർഷിക വ്യാവസായിക മേഖലയിൽ സദ്ദാമിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വലിയ നിക്ഷേപങ്ങൾ നടത്തി. ഇറാഖിലെ ബാങ്കുകൾ അവർക്ക് യഥേഷ്ടം പണം കടം കൊടുക്കാൻ നിർബന്ധിതരായി. ഒരു കൈയിൽ സമ്മാനങ്ങളും മറുകൈയിൽ ചങ്ങലയുമായി സദ്ദാം ഹുസൈൻ ഇറാഖിനു മീതെ തന്റെ ചിറകുകൾ വിടർത്തി.